താരകാസുരൻ തൻ്റെ അജയ്യമായ വരബലത്താൽ ത്രിലോകങ്ങളെയും ഉപരോധിച്ച ശേഷം അസുരഭരണം ആരംഭിച്ചു. അന്നു മുതൽ ദേവപൂജ എങ്ങും നടക്കാതെയായി. ഏവരുടെയും നാവിൻ തുമ്പിൽ താരകാസുരൻ എന്നൊരു നാമം മാത്രം. പൂജാതി കർമ്മങ്ങൾ മുടങ്ങി. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ അമരന്മാരായ ദേവകൾക്ക് പോലും നിലനിൽപ്പുണ്ടാവുകയില്ല. ദേവവംശത്തിൻ്റെ സംരക്ഷകനും അധിപനുമായ ഇന്ദ്രന് പോലും താരകാസുരനെ വധിക്കുവാൻ സാധിക്കുന്നില്ല. ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നത് എങ്ങനെയാണ്? ദേവകൾ ആലോചനയിലായി. ഈ സമയം ദേവസഭയിൽ സന്നിഹിതനായിരുന്ന ബൃഹസ്പതി ഇപ്രകാരം പറഞ്ഞു: ഹേ ദേവകളെ, ദേവാധിപനായ ഇന്ദ്രന്റെ വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തിയാണ് താരകാസുര ജനനത്തിനും ഇന്ന് ദേവകൾ അഭിമുഖീകരിക്കുന്ന വൈഷമ്യങ്ങൾക്കും ഹേതു. ഇനി അതേക്കുറിച്ച് പറയുന്നത് എന്തിനാണ് അർത്ഥം? ദേവകളെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമ്മാനങ്ങൾ വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മദേവനെ അഭയം പ്രാപിക്കുക. ഇന്ദ്രാദികൾ ബ്രഹ്മദേവനെ സമീപിച്ച് സങ്കടമുണർത്തിച്ചു. ബ്രഹ്മദേവ, അവിടുത്തെ വരത്താൽ ശക്തിമാനായി തീർന്ന താരകൻ ദേവകൾക്ക് കൂടി അന്ധകനായി മാറിയ അവസ്ഥ അവിടുന്ന് കാണുന്നില്ലേ? എന്താണതിനൊരു പ്രതിവിധി? പറഞ്ഞാലും. ദേവേന്ദ്ര, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖത്തിന് പ്രതിവിധിയില്ലാത്തത് തന്നെയാണെന്ന ചിന്ത ഒഴിവാക്കുക. ഞാൻ താരകന് നൽകിയ വരത്തിൽ തന്നെ അവനെ വധിക്കാനുള്ള ഉപാധികൾ കൂടി ഒളിഞ്ഞെടുക്കുന്നുണ്ട്. ദേവകളെ, 7 ദിവസത്തിലധികം പ്രായമില്ലാത്ത ഒരു ശിശുവിന് തന്നെ വധിക്കുവാനുള്ള അവകാശം താരകൻ തന്നെ നൽകുന്നുണ്ട്. ആ പഴുതാണ് നാം ഉപയോഗിക്കേണ്ടത്. ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദേവകൾ ആനന്ദത്താൽ മതിമറന്നു. അവർ ഹർഷാരവം മുഴക്കി. ഇത് കേട്ട ബ്രഹ്മദേവൻ മുന്നറിയിപ്പ് നൽകി: മതി മതി, നിങ്ങളുടെ ആഹ്ലാദം ഇത്ര മതി. 7 ദിവസത്തിലധികം പ്രായമില്ലാത്ത ഏത് ശിശുവിനാണ് താരകനെ വധിക്കാനാകുക? അത് നിങ്ങൾ ആലോചിച്ചുവോ? പെട്ടെന്ന് ദേവകളുടെ മുഖം മ്ലാനമായി തീർന്നു. സത്യമാണല്ലോ അത്. ഇന്ദ്രന് പോലും അജയനായ താരകനെ വധിക്കുവാൻ കരുത്തുള്ള ശിശുവോ? ദേവകളുടെ നിരാശ മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ അവരെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: എന്നാൽ നിങ്ങൾ അത്യധികം നിരാശരാകേണ്ടതില്ല. പരമശിവന്റെ വീര്യത്താൽ ജനിക്കുന്ന ഒരു ശിശുവിന് താരകനെ വധിക്കുവാനാവൂ. ബ്രഹ്മദേവന്റെ ആ വാക്കുകൾ ശ്രവിച്ചിട്ടും ദേവകൾ സന്തുഷ്ടരായില്ല. ഇന്ദ്രൻ ധർമ്മസങ്കടത്തോടെ മൊഴിഞ്ഞു: പരമേശ്വര വീര്യത്തിൽ ജനിക്കുന്ന ശിശുവോ? ആശ്ചര്യം തന്നെയാണത്. സതീദേവിയുടെ നിര്യാണം നിമിത്തം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന പരമശിവന് എങ്ങനെയാണ് പുത്രൻ ജനിക്കുന്നത്? ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയല്ലേ കുടിലബുദ്ധനായ താരകൻ ഈ വരം തന്നെ ആവശ്യപ്പെട്ടത്? അതേ ഇന്ദ്ര, താങ്കളുടെ ബുദ്ധി ഇപ്പോൾ ഉണർന്നു പ്രവർത്തിക്കുന്നു. ബ്രഹ്മദേവൻ പുഞ്ചിരി തൂകി. ഈ സമസ്യയ്ക്ക് ഞാൻ പരിഹാരം നിർദ്ദേശിക്കാം. ഹിമവാന്റെയും മേനയുടെയും പുത്രിയായി കാളി അവതരിക്കും. അഗ്നിപ്രവേശനം ചെയ്ത സതീദേവിയുടെ പുനരവതാരമായിരിക്കും അത്. ആ കന്യക സതീദേവി തന്നെയായിരിക്കും. കാളിയുടെ തപസ്സിൽ സംപ്രീതനായ പരമശിവൻ തൻ്റെ വ്രതത്തിന് ഭംഗം വരുത്തി അവളെ സ്വീകരിക്കുകയും ആ ദമ്പതികൾക്കൊരു ഉണ്ണി പിറക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ദുഃഖം ശമിക്കുന്നതായിരിക്കും. ഇന്ദ്രാദികൾ ആശ്വാസത്തോടെ മടങ്ങി. അടുത്തത് ഇന്ദ്രാദികളുടെ ദേവി ഉപാസനയുടെ കഥയാണ്. തുടരും.